ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് CA ഫൗണ്ടേഷനിലെ മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ 3 ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. എല്ലാ പേപ്പറും 100 മാർക്കിനായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. ഈ പേപ്പർ 3ലെ 100 മാർക്ക് എന്നുള്ളത് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് 40 മാർക്ക് മാത്സിനും 40 മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനും അതേപോലെ ബാക്കി 20 മാർക്ക് ലോജിക്കൽ റീസണിങ്ങിനുമാണ്. ഇങ്ങനെയാണ് 100 മാർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലെ? അതേപോലെ തന്നെ പേപ്പർ 3യും പേപ്പർ 4ഉം MCQ ടൈപ്പ് എക്സാം ആയിരിക്കും ഉണ്ടാവുക. MCQ ടൈപ്പ് എക്സാം ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ A, B, C ഈ 4 ഓപ്ഷനും അല്ലാണ്ട് അഞ്ചാമതൊരു ആൻസർ വരില്ല. നമ്മൾ ഈ 4 ഏതാണ് കറക്റ്റ് എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇനി ഇതിൽ പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക. 100 ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക. 2 മണിക്കൂറിന്റെ എക്സാം ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ്ലി 1 ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റും 20 സെക്കൻഡ്സും ആണ് എക്സാമിന് കിട്ടുന്നത്. ഓക്കെ അല്ല? ഇതിലിപ്പോൾ മാത്സിലായിക്കോട്ടെ സ്റ്റാറ്റിസ്റ്റിക്സിലായിക്കോട്ടെ നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റും ടോപ്പിക്കൊക്കെ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റും ടോപ്പിക്കുകളാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റും 20 സെക്കൻഡ് കൊണ്ട് ചെയ്ത് തീർക്കണം എന്നുള്ളൊരു സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ കൺസെപ്റ്റിൽ അത്രയും ഡെപ്തിൽ നോളജ് ഉണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റണം. അത്രയും ഡെപ്തിൽ നോളജ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താന്നുള്ളത് കൂടി പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു പാറ്റേണിലായിരിക്കും നമ്മുടെ ക്ലാസ് പോകുന്നുണ്ടാവുക. എങ്ങനെ എത്രയും പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യനിലേക്ക് എത്താം, അത് മാക്സിമം നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാന്നുള്ളൊരു അഡ്വാൻറ്റേജ് അവർ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റി നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് എത്രത്തോളം പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതായിരിക്കും നോക്കുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ ചില കുട്ടികൾ 10 തന്നെ മാത്സ് അവിടെ സ്റ്റോപ്പ് ചെയ്ത ആൾക്കാരുണ്ട്. +1 +2 മാത്സ് പഠിക്കാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ മാത്സിന്റെ ബേസ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് ബേസ് ഇനിയിപ്പോൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കുറച്ച് ബേസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓൾറെഡി +1 +2 മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ടാവും. അവർ ഈ ഏരിയ സ്കിപ്പ് ചെയ്തിട്ട് ചാപ്റ്റർ 1 മുതൽ കണ്ടു തുടങ്ങാം. ഓക്കെ അല്ലേ? ഇനി ജസ്റ്റ് ബേസ് ആയിട്ടുള്ള കുറച്ച് ഫ്രാക്ഷൻസും കാര്യങ്ങളാട്ടോ പറയുന്നത്. ഫസ്റ്റ് പഠിക്കാനുള്ളത് ഫ്രാക്ഷൻസ്. നമ്മൾ മാത്സിലെ എല്ലാ സ്ഥലത്തും എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്തും അവിടെ ഈ ഫ്രാക്ഷൻസ് ഇടയിൽ അവിടെ ഇവിടെ ആയിട്ട് ചെറുതായിട്ട് വരും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ്റെ ഇടയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ഇത് പറഞ്ഞു പോകുന്നത്. ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഫ്രാക്ഷൻസിന്റെ അഡീഷൻ ആട്ടോ ഫസ്റ്റ് പറയുന്ന അഡീഷൻ. ഇത് അറിയുന്നവർ ഇത് സ്കിപ്പ് ചെയ്തിട്ട് പോവാം. വെറുതെ സമയം കളയരുത്. ബേസ് ഇല്ലാത്തവർ മാത്രം ഇത് കണ്ടിട്ട് പോവാം. ഓക്കെ അല്ല? അഡീഷന് അപ്പം 1/4 പ്ലസ് 1/4 പ്ലസ് 2/4 ആണെന്നുണ്ടെങ്കിൽ ബേസ് സെയിം ആണ്. ന്യൂമറേറ്റർ മാത്രമേ എന്തുള്ളൂ ഡിഫറൻസ് ഉള്ളൂ. ബേസ് സെയിം, ഡിനോമിനേറ്റർ സെയിം ആണ്. ഇവിടും ഡിനോമിനേറ്റർ 4 എന്നല്ല വന്നിട്ടില്ല. അപ്പൊ ഡയറക്റ്റ് ന്യൂമറേറ്റർ 3/4 എന്ന് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ല? ഇനി 1/5 പ്ലസ് 2/5 പ്ലസ് 1/5 ഇപ്പോഴും ഡിനോമിനേറ്റർ സെയിം ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ന്യൂമറേറ്റർ ആഡ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ അതേപോലെ എഴുതി കൊടുത്താൽ മതി. 1 + 2 3 + 1 4/5 എന്ന് കിട്ടും. ഇനി സപ്പോസ് ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ 1/4 പ്ലസ് 2/5 ആണ്. ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യാന്നുള്ളത്. ആഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റത്തെ ഫസ്റ്റത്തെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 5 5. ഇത് ഓൾറെഡി ചെറുതാവുമ്പോൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നും കൂടി മറന്നവർക്ക് വേണ്ടി റിവൈസും കൂടി ചെയ്യാണ് കേട്ടോ. 1 × 5 5 പ്ലസ് അടുത്ത ഫസ്റ്റത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററും രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ. 4 × 2 എന്ന് പറയുന്നത് 8. ഇവിടെ സെൻട്രൽ പ്ലസ് അല്ല, അതുകൊണ്ടാണ് ഇവിടെ ഞാൻ പ്ലസ് എന്ന് കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ ഇവിടെ ഈ 2 ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് അല്ലേ ചെയ്യേണ്ടത്, അതുകൊണ്ട് ഇവിടെ ഞാൻ ആഡ് കൊടുത്തു. ഓക്കെ അല്ലേ? ഡിവൈഡ് ബൈ 4 × 5 എന്ന് പറയുന്നത് 20. That means 5 + 8 എന്ന് പറഞ്ഞാൽ 13 ഡിവൈഡഡ് ബൈ 20. 1/4 പ്ലസ് 2/5 എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആൻസർ 13 ഡിവൈഡഡ് ബൈ 20. ഇങ്ങനെയാണ് നോർമലി നമ്മളൊരു ഫ്രാക്ഷന്റെ അഡീഷൻ ചെയ്യാം. ഇനി സപ്പോസ് ഈ നമ്പേഴ്സിന് പകരം ആൾജിബ്രിക് ഫോർമാറ്റിൽ എക്സും വൈയും വരുന്ന സിറ്റുവേഷൻ കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ അല്ലേ? 2/x പ്ലസ് 3/y ആണെങ്കിലോ ഇപ്പം ചെയ്ത സെയിം മെത്തേഡ് തന്നെ ഫസ്റ്റത്തെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2y 2 × y എന്ന് പറഞ്ഞാൽ 2y പ്ലസ് രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും ഫസ്റ്റത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററും 3 × x എന്ന് പറഞ്ഞാൽ 3x ഡിവൈഡഡ് ബൈ പിന്നെ ഈ ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? പിന്നെ ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ 4 × 5 ചെയ്തപ്പോഴാണ് 20 എന്ന് കിട്ടിയിട്ടുള്ളത്.
അല്ലെ 4 ഇൻറ്റു 5 ചെയ്തപ്പോൾ 20 എന്നിട്ടില്ല. അപ്പൊ ഇനിയിപ്പോൾ ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും വരാം എക്സിന്റെ വൈ എന്ന് പറയുന്നത് XY. ഇതാണ്. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ, അപ്പൊ അതിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെയാണ് നോർമൽ ഫ്രാക്ഷന്റെ അഡീഷൻ വരുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും സബ്സ്ട്രാക്ഷൻ വരുന്നത്? സബ്സ്ട്രാക്ഷൻ ഇപ്പൊ 1/4 മൈനസ് 2/4 മൈനസ് 1/4 ആണെന്ന് വിചാരിക്കാം. 2/4 മൈനസ് 1/4 ആണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പൊ അഡീഷൻ പറഞ്ഞതിന്റെ സെയിം മെത്തേഡ് തന്നെ. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഡിനോമിനേറ്റർ അതേപോലെ തന്നെ വെക്കാം, ന്യൂമറേറ്റർ തമ്മിൽ മൈനസ് ചെയ്യാം. 1/4 എന്ന് പറയും. 2 മൈനസ് 1 1/4 എന്ന് വന്നു. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഡയറക്റ്റ് മൈനസ് ചെയ്യാം. ഇനി ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ 5/10 മൈനസ് 1/4 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്തിട്ടുള്ള സെയിം മെത്തേഡ് തന്നെയാണ്. ഫസ്റ്റത്തെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 20. ഇനി ഫസ്റ്റത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററും രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 10 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 10. ഇനി ഈ രണ്ട് ഫ്രാക്ഷൻസും തമ്മിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? സബ്സ്ട്രാക്ട് അല്ലേ ചെയ്യേണ്ടത്. എന്ത് ചെയ്യാം? ഈ മൾട്ടിപ്ലൈ ചെയ്താൽ തമ്മിലും സബ്സ്ട്രാക്ട് ചെയ്യാം. നേരത്തെ അഡീഷൻ ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ സബ്സ്ട്രാക്ഷൻ ആയതുകൊണ്ട് ഇവിടെ മൈനസ് വന്നു. ഓക്കെ അല്ലേ? അതിനനുസരിച്ച് മാറ്റി കൊടുത്താൽ മതി. മെത്തേഡൊക്കെ സെയിം ആണ്. പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കാം, മൈനസ് ആണെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കാം. ഡിവൈഡഡ് ബൈ പിന്നെ ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ. 10 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 14. 20 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 10/14 എന്ന് വരും. 5/10 മൈനസ് 1/4 എന്ന് പറഞ്ഞാൽ 10/14 വരും. ഇതാണ് ഫ്രാക്ഷന്റെ ബേസ് എന്ന് പറയുന്നത്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഫ്രാക്ഷൻസുകൾ തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ 1/4 ഇൻറ്റു 2/5 ആണ്. മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്റർ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്ററും ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 2 2, 4 ഇൻറ്റു 5 10. ഇനിയിപ്പോൾ അതൊരു ആൾജിബ്രിക് ഫോർമാറ്റ് വരുന്നൊരു രണ്ട് ഫ്രാക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ എക്സ് ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 5 ആണെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ എക്സും തമ്മിൽ മൾട്ടിപ്ലൈ. എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ എന്നാണ് വരാം. എക്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? എക്സും മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ എന്ന് വരും. എക്സും ആഡ് ചെയ്യുകയാണെങ്കിലോ ഒരു മാങ്ങയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 2 മാങ്ങാന്ന് കിട്ടും. പക്ഷെ തമ്മിൽ ഗുണിക്കുകയാണെന്നുണ്ടെങ്കിലോ 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ അല്ലേ? അപ്പൊ 4 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ എന്നല്ല. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ എന്നാട്ട് ചെയ്താ. ഇതും കൂടി ഒന്ന് നോക്കി വെക്കണേ. എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ വരും. എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x വരും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എക്സ് ഇൻറ്റു എക്സ് ആയതുകൊണ്ട് തന്നെ എക്സ് സ്ക്വയർ എന്ന് വന്നു. ഡിവൈഡ് ബൈ ഡയറക്റ്റ് 3 ഇൻറ്റു 5 ചെയ്യുക. 3 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 50. എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 15 എന്ന് വന്നു. ഇനിയിപ്പോൾ സപ്പോസ് ഒരു ഫ്രാക്ഷനും ഒരു നമ്പറും തമ്മിലാണ് എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. x/4 ഇൻറ്റു 5 ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊരു നമ്പറിന്റെ ഡിനോമിനേറ്ററിൽ 1 ഉണ്ട് എന്നാണ് അസംഷൻ. ഇപ്പോൾ 4 എന്ന് പറയുന്നത് 4/1 എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ലേ? 5 എന്ന് പറയുന്നത് 5/1 എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ലേ? ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെന്നാണ് അസംഷൻ. പക്ഷെ നമ്മൾ അത് എഴുതുന്നില്ല എന്നേ ഉള്ളൂ. ഡിനോമിനേറ്ററിൽ 1 വന്നാൽ അതിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ഈ 1 വരുന്നില്ല. 1 ഉണ്ട് എന്നാണ് അസംഷൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്ററിൽ 1 ഉണ്ട് എന്നാണ് അസംഷൻ. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തോടെ എക്സ് ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 5x ഡിവൈഡഡ് ബൈ 4. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ ഞാൻ വേറെ ഒന്നും കൂടി പറയാം. 5 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു 10. ഇനി നമുക്ക് ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെന്ന് അസ്യൂമോൺ ചെയ്യേണ്ടല്ലോ. ഡയറക്റ്റ് ഒരു നമ്പർ മാത്രമേ വരുന്നുണ്ടെങ്കിൽ അത് ന്യൂമറേറ്ററിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 5 ആണെങ്കിൽ 5 ഇൻറ്റു എക്സ് ചെയ്തപ്പോൾ 5x ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതി കൊടുക്കാം. ഓക്കെ അല്ലേ? 5/x ഇൻറ്റു 10 ആണെങ്കിൽ 5 ഇൻറ്റു 10 15 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വരും. ഓക്കെ അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ മനസ്സിലായിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഇനി അടുത്തത് സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ. രണ്ട് ഫ്രാക്ഷൻസുകൾ തമ്മിൽ ഡിവിഷൻ ചെയ്യാൻ വന്നാൽ എങ്ങനെയാണ് വരാന്നുള്ളത്. ഡിവിഷൻ ആണെങ്കിൽ 1/2 ഡിവൈഡഡ് ബൈ 3/4.
1/2 ഡിവൈഡഡ് ബൈ 3/4 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന മെത്തേഡ് നമ്മളല്ല ഫ്രാക്ഷനിൽ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഫ്രാക്ഷൻ അതേപോലെ തന്നെ എഴുതാം 1/2 എന്നുള്ളത് അതേപോലെ തന്നെ എഴുതാം. ഈ ഡിവൈഡ് എന്നുള്ളത് ഇൻറ്റു നാക്കുക. ഈ ഇൻറ്റു നാക്കുന്ന കൂടെ തന്നെ ഈ രണ്ടാമത്തെ ഫ്രാക്ഷനെ റെസിപ്രോക്കൽ ആവും. റെസിപ്രോക്കൽ ആവാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് എഴുതാം. 4/3 അങ്ങനെ നേരെ റെസിപ്രോക്കൽ ആക്കാം. നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് എഴുതാം. ഇനി നോർമൽ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാലോ 1 × 4 എന്ന് പറഞ്ഞാൽ 4, 2 × 3 എന്ന് പറഞ്ഞാൽ 6, 4 ഡിവൈഡഡ് ബൈ 6 എന്നാവും. ഇത്രയേ ഉള്ളൂ ഡിവിഷന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോ 1/2 ഡിവൈഡഡ് ബൈ 3 എന്നാണെന്നുണ്ടെങ്കിലോ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പ് 1/2 ഡിവൈഡ് എന്നുള്ളത് ഇൻറ്റു ആക്കുക. ഇതിന്റെ ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. റെസിപ്രോക്കൽ ആക്കുന്ന സമയത്ത് 1/3 എന്നാവും. ഓക്കെ അല്ലേ? റെസിപ്രോക്കൽ ആക്കുമ്പോൾ 1/3 എന്നാവും. 1 × 1 1, 2 × 3 6. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഡിവിഷന് നേരെ മൾട്ടിപ്ലിക്കേഷനിലേക്ക് മാറ്റുക. മൾട്ടിപ്ലിക്കേഷനിലേക്ക് മാറ്റുന്ന സമയത്ത് രണ്ടാമത്തെ ഫ്രാക്ഷൻ മാത്രമേ റെസിപ്രോക്കൽ ആവുള്ളൂ. ഫസ്റ്റത്തെ ഫ്രാക്ഷൻ അതേപോലെ തന്നെ ഉണ്ടാവും. ഓക്കെ അല്ലേ? 1/2 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ചെയ്തിട്ടുള്ള 1/2 ഡിവൈഡഡ് ബൈ 3/4 അല്ലേ? 3/4. ചിലപ്പോൾ ഈ ഡിവൈഡിന് പകരം ഇങ്ങനത്തേന് പകരം നിങ്ങൾക്ക് എക്സാമിന് നമ്മൾ ക്വസ്റ്റ്യന് പാറ്റേൺ ചെയ്യുന്ന സമയത്തൊക്കെ കൂടുതലും ഈ ഡിവൈഡ് ആയിരിക്കും വരുന്നുണ്ടാവും. ഇങ്ങനെ ഡിവൈഡ് വന്നാൽ അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ഡിവൈഡ് ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാം. ഈ ഡിവൈഡ് എന്ത് ചെയ്യാം? ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാം. ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ ചെയ്യാൻ അറിയാലോ. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഫ്രാക്ഷനെ നേരെ റെസിപ്രോക്കൽ ആക്കല്ലേ ചെയ്യേണ്ടത്. റെസിപ്രോക്കൽ ആക്കുന്ന സമയത്ത് ഇത് നേരെ ന്യൂമറേറ്ററിലേക്കും ഇത് നേരെ ഡിനോമിനേറ്ററിലേക്കും പോകും. ദാറ്റ് മീൻസ് 1 × 4 2 × 3. ഓക്കെ അല്ലേ? ഈ ഒരു ആരോ ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും ഡിനോമിനേറ്ററിൽ എന്താവും? നേരെ ന്യൂമറേറ്ററിലേക്ക് പോകും. ഇങ്ങനെയാണ് പോകുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ഇതാണ് അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. നേരെ റെസിപ്രോക്കൽ ആകുമ്പോൾ ഈ ഒരു മെത്തേഡിലേക്ക് മാറും. ഓക്കെ അല്ലേ? അപ്പോൾ 1 × 4 2 × 3 4 ഡിവൈഡഡ് ബൈ 6 എന്ന് തന്നെ കിട്ടി. ഓക്കെ അല്ലേ? ഇനി ഡിനോമിനേറ്ററിന്റെ ഓൾ ഡിവൈഡഡ് ബൈന്റെ താഴെ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. നമ്മളിത് എങ്ങോട്ടൊക്കെ കൊണ്ടുപോകണ്ടേ? നേരെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകണ്ടേ. ഇത് ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെന്നാണ് നമ്മൾ അസ്യൂംഷൻ. അപ്പോൾ നേരെ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവരേണ്ടത്. ഇത് ഗ്രാഫ് ഈ ഒരു ആരോ ശ്രദ്ധിച്ചു വെക്കട്ടെ. അത് എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നതെന്നുള്ളതും കൂടി മനസ്സിലാക്കാം. റെസിപ്രോക്കൽ ആക്കുമ്പോൾ ഇത് നേരെ ന്യൂമറേറ്ററിലേക്കും ഇത് നേരെ ഡിനോമിനേറ്ററിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. കൺസെപ്റ്റ് അതേപോലെ തന്നെ പഠിച്ചു വെക്കട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കൺസെപ്റ്റ് അല്ല, മാത്തമാറ്റീഷ്യൻസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഫ്രാക്ഷൻസ് ചെയ്യേണ്ട മെത്തേഡ് ഇങ്ങനെയാണ്. ഓക്കെ അല്ലേ? അഡീഷന്, സബ്സ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷന്, ഡിവിഷന് ഒക്കെ അല്ല. ഇത് മനസ്സിലാക്കി വെക്കുക. സി എക്കാണ് നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ സി എക്കാരാകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫ്രാക്ഷൻസ് പോലെ അറിയില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നമ്മൾ എക്സാമിന് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ടൈം സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ ഡയറക്റ്റ് കാൽക്കുലേറ്റർ ചെയ്യാം. ഡയറക്റ്റ് കാൽക്കുലേറ്റർ ചെയ്യാന്നുണ്ടെങ്കിൽ പോലും ഈ മെത്തേഡ് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ ആൾജിബ്ര ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ സൈറ്റ് ഗൂഗിളിലൊക്കെ കയറിയിട്ട് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഫ്രാക്ഷൻസ് അറിയാത്തവർ ചെയ്ത് അത് ഫ്ലുവൻ്റ് ആക്കി വെക്കുക. ഇനി മറന്നു പോരാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഏകദേശം ഒരു ഫ്ലുവൻസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ഇനി അടുത്ത കാൽക്കുലേറ്ററിൽ ആകുന്ന സമയത്ത് 1/2 × 2/3 ഇതാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ഇത് അടിച്ചു കൊടുത്താൽ ആൻസർ തെറ്റും. കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ഈ വാല്യൂ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ ആൻസർ കിട്ടും. നിങ്ങൾ എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റർ അടിക്കുന്നുണ്ടാവും? ആദ്യം 1 ഡിവൈഡഡ് ബൈ 2 എന്ന് കാൽക്കുലേറ്ററിൽ കൊടുക്കും. പിന്നെ എന്ത് ചെയ്യും? ഇൻറ്റു 2 എന്ന് കൊടുക്കും. അപ്പൊ ഈ മൊത്തം വാല്യൂയിലേക്ക് ഇൻറ്റു 2 മൾട്ടിപ്ലൈ പിന്നെ ഓൾ ഡിവൈഡഡ് ബൈ 3 ആണ് പോകുന്നത്. ഈ ഡിവൈഡഡ് ബൈ 3 2ക്ക് മാത്രമേ ഉള്ളൂ. ഓൾ ഡിവൈഡഡ് ബൈ 3 അല്ലല്ലോ. ഓക്കെ, അപ്പൊ എന്തെയും ആൻസർ തരും. ഇനിയിപ്പോ അഡീഷൻ ആണെന്നുണ്ടെങ്കിൽ 1/2 പ്ലസ് 2/3 ആണെന്നുണ്ടെങ്കിൽ 1/2 കാൽക്കുലേറ്ററിൽ ചെയ്യും. പ്ലസ് 2 എന്ന് പറഞ്ഞാൽ ഈ മൊത്തം വാല്യൂയിലേക്ക് 2 ആഡ് ആയി. പിന്നെ ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ ഓൾ ഡിവൈഡഡ് ബൈ 3 ആവണം. അപ്പൊ മൊത്തത്തിൽ വാല്യൂ തെറ്റും, ആൻസർ തെറ്റിപ്പോകും. അപ്പൊ അതുകൊണ്ട് കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇനി ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴേ പറഞ്ഞു പോകുന്നത്. ഇത് മുന്നോട്ട് പോകുമ്പോൾ ചെയ്യേണ്ട മെത്തേഡും കാര്യങ്ങളും ആണ് ഇട്ടത്. കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് 1/2 എന്ന് കാൽക്കുലേറ്ററിൽ അടിക്കാം. ഈ കാൽക്കുലേറ്ററിൽ കുറച്ച് ബട്ടൺസ് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ M+M-MRC കണ്ടിട്ടുണ്ടാവല്ലോ കാൽക്കുലേറ്ററിൽ അല്ലെ? എല്ലാവരുടെ കാൽക്കുലേറ്ററിലും ഉണ്ടാവും M+M-MRC.
ഇങ്ങനെ 3 ബട്ടൺസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ആവശ്യം വരുന്ന കാര്യങ്ങളാട്ടോ. അപ്പോഴേ നോക്കി വെക്കട്ടോ. ഒരു എല്ലാ ക്വസ്റ്റ്യൻ നമ്മളിത് യൂസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. M പ്ലസ് M മൈനസ് MRC. ഇതിൽ ഈ M പ്ലസ് എന്ന് പറയുന്നത് മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കാനാണ്. മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കാനാണ് M പ്ലസ് യൂസ് ചെയ്യുന്നത്. M മൈനസ് എന്ന് പറയുന്നത് സേവ് ചെയ്ത് വെച്ച് മെമ്മറിയിൽ സേവ് ചെയ്ത് വെച്ചെന്ന് സബ്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ M മൈനസ് യൂസ് ചെയ്യുന്നത്. MRC എന്ന് പറഞ്ഞാൽ നമുക്ക് സേവ് ചെയ്ത് വെച്ച വാല്യൂ കിട്ടാൻ വേണ്ടി, നമുക്ക് വാല്യൂ തിരിച്ച് കിട്ടണമല്ലോ, എന്താണ് സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് അറിയണ്ടേ, അപ്പൊ അത് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MRC യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇപ്പം ഇതിന്റെ കാൽക്കുലേറ്ററിൽ ഇവിടെ M മുകളിൽ എല്ലാവരുടെ കാൽക്കുലേറ്ററിലും M എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെമ്മറിയിൽ എന്തോ സേവ് ആണെന്നാണ് അർത്ഥം. അപ്പൊ ഈ സേവ് ചെയ്ത് വെച്ച കാരണം എനിക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണം. ഓൾറെഡി സേവ് ചെയ്ത് വെച്ചത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം MRC അടിച്ചാൽ മതി. 2 പ്രാവശ്യം MRC അടിച്ചു കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ചെയ്തത് ഓൾറെഡി ഡിലീറ്റ് ആയിട്ട് പോയിക്കോളും. 2 പ്രാവശ്യം MRC അടിച്ചാൽ സേവ് ചെയ്തത് ഡിലീറ്റ് ആയി പോയിക്കോളും. ഓക്കെ അല്ലേ? വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് 1 പ്രാവശ്യം MRC അടിക്കാം, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി 2 പ്രാവശ്യം MRC ബട്ടൺ യൂസ് ചെയ്യാം. ഓക്കെ അല്ലെ? M പ്ലസിന്റെ M മൈനസിന്റെയും ഫംഗ്ഷൻ മനസ്സിലായല്ലേ? ഇനി അതിന്റെ കൂടെ തന്നെ അതിന്റെ അടുത്ത് വരുന്ന വേറൊരു ബട്ടണാണ് പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്ലസ് ഓർ മൈനസ് ഈ ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ സൈന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ കാൽക്കുലേറ്ററിൽ ഓൾറെഡി ഉള്ള വാല്യൂവിന്റെ സൈന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലസ് ഓർ മൈനസ് യൂസ് ചെയ്യുന്നത്. അതും നമുക്ക് ഒരുപാട് സ്ഥലത്ത് ആവശ്യം വരും. കൺസെപ്റ്റ് വൈസ് മനസ്സിലാക്കി പോട്ടെ, എന്തിനാണ് ഈ ബട്ടൺ ഇന്ന് യൂസ് ചെയ്യുന്നത്, ബൈ ഹാർട്ട് പഠിക്കുന്നതിന് പകരം എന്തിനാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് യൂസ് ചെയ്തെന്നുള്ളത് മനസ്സിലാക്കി പോവേ. അതായത് GT എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. GT. ഓക്കെ അല്ലെ? GT എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ടോട്ടൽ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഗ്രാൻഡ് ടോട്ടൽ കിട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈക്വൽ ടു ചെയ്യുന്നത്, നമ്മളിപ്പോൾ എന്ത് ഫംഗ്ഷൻ ചെയ്തിട്ട് ഈക്വൽ ടു ചെയ്യുമ്പോഴും ഈ ഈക്വൽ ടു അടിച്ചിട്ട് നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ. ആ വാല്യൂ ഓട്ടോമാറ്റിക്കലി മെമ്മറിയിൽ സേവ് ആയിരിക്കും. ആ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് മെമ്മറിയിൽ സേവ് ആയിരിക്കും. ആ ഈക്വൽ ടു അടിച്ചതിൻ്റെ എല്ലാ ഈക്വൽ ടുവിൻ്റെയും സമ്മ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ GT അടിക്കുന്നത്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ബട്ടണാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ആൻഡ് ജോമെട്രി പ്രോഗ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് മാത്സിൽ, അതിലൊക്കെ യൂസ് ചെയ്യുന്ന ബട്ടണാണ് ഈ GT എന്ന് പറയുന്നത്. അവിടെ എത്തുമ്പോൾ കൂടുതലായിട്ട് പറഞ്ഞുതരും കേട്ടോ. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമ്മൾ GT യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇപ്പൊ പറഞ്ഞു നിർത്തിയിട്ടുള്ള ഫ്രാക്ഷൻ എങ്ങനെ നമ്മൾ ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കുന്നുള്ളത്. ആദ്യം 1/2 വാല്യൂ കണ്ടുപിടിക്കാം. 0.5 ആണെന്നുള്ള അറിയാം, എന്നാലും കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം. എന്നിട്ട് ഞാനിത് M പ്ലസ് അടിച്ച് മെമ്മറിയിൽ സേവ് ചെയ്ത് വെച്ചു. ഇതെന്ത് ചെയ്തു? M പ്ലസ് അടിച്ച് മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കാം. പിന്നെ 2/3 ചെയ്യാം. 2/3 എന്ന് കാൽക്കുലേറ്ററിൽ കൊടുത്തിട്ട് 2/3ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇതിന്റെ വാല്യൂ ഇപ്പം എൻ്റെ കാൽക്കുലേറ്ററിൽ ഉണ്ട് അല്ലെ? കാൽക്കുലേറ്ററിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്ലസ് ഇതിന്റെ വാല്യൂ ആണ് വേണ്ടത്. ഇതിന്റെ വാല്യൂ ഞാൻ ഓൾറെഡി M പ്ലസ് അടിച്ച് മെമ്മറിയിൽ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള 0.6ലേക്ക് പ്ലസ് ഓൾറെഡി സേവ് ചെയ്ത് വെച്ച വാല്യൂ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് MRC അടിക്കുക, ഈക്വൽ ടു കൊടുക്കാം. എല്ലാ ചാപ്റ്ററിലും നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവും. ഇവിടെ നിന്ന് മനസ്സിലാക്കി പോട്ടോ. പ്ലസ് ഈക്വൽ ടു അടിച്ചപ്പോൾ 1.16666 എന്ന് കിട്ടി. ഓക്കെ. ഇത് ഫ്രാക്ഷന്റെ കേസിൽ മാത്രമല്ല, വലിയ വലിയ ഇക്വേഷൻസ് വരുന്ന സമയത്ത്, ഒരുപാട് സ്റ്റെപ്പ് വരുന്ന സമയത്തൊക്കെ ഈ മെത്തേഡ്, ഈ ബട്ടൺസ് യൂസ് ചെയ്തായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇത് ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അത് അതിലൊരു ഫ്ലോ കിട്ടും. ആ ഫ്ലോ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് എത്ര പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. കൂടുതൽ പെന്നും യൂസ് ചെയ്യാണ്ട് തന്നെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. കൂടുതൽ സ്റ്റെപ്പ് യൂസ് ചെയ്യാണ്ട് തന്നെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് ബേസ് ആയിട്ട് വരുന്നത്. പിന്നെ ഓൾജിബ്രക്കിന്റെ ചെറിയൊരു കൺസെപ്റ്റും കൂടി പറയാം. അതും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അറിയുന്നവർ സ്കിപ്പ് ചെയ്തു പോട്ടോ. അപ്പം x+3 = 4x + 5 ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നാൽ അതിന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക. എക്സ് ഒക്കെ ഈക്വൽ ടു ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ആക്കാം. ഞാൻ ഇതിന്റെ റൈറ്റ് സൈഡിലേക്കാണ് ഈക്വൽ ടു ആക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഭാഗത്തേക്ക് എല്ലാ എക്സും ആക്കിയിട്ട് എക്സ് ഇല്ലാത്തതൊക്കെ ഈ സൈഡിലേക്കും കൊണ്ടുപോവാണ്. ഇവിടെ ഒരു എക്സിന്റെ വാല്യൂ ഉണ്ടല്ലോ. അപ്പൊ ഇത് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണ്. ഓക്കെ അല്ലേ? ഇവിടെ ഓൾറെഡി ഒരു എക്സ് ഉണ്ട്, ആ എക്സ് അവിടെ വെച്ചു. ഇവിടെ എക്സ് ഉണ്ട്, ആ എക്സ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് പ്ലസ് എക്സ് അല്ലേ, അപ്പൊ -4x എന്നായി. ഓക്കെ അല്ലേ? ഇവിടെ ഓൾറെഡി 5 ഉണ്ട്. ഈ +3 അങ്ങോട്ട് പോകുന്ന സമയത്ത് -3 എന്നായി. ഇപ്പൊ എക്സ് ഒക്കെ ഒരു സൈഡിലേക്കായല്ലോ. ഇനി ഇതില് ഒരു എക്സിന്ന് 4x കുറയ്ക്കാന്നാ പറയുന്നത്. 1 - 4 എന്നാണ് പറയുന്നത് അല്ലെ? 1 - 4 എന്ന് പറയുമ്പോൾ -3x എന്ന് വരും. ഓക്കെ അല്ലേ? -3x. ഇത് ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് 1 - 4 എന്ന് വെച്ചാൽ -3 എന്ന് വരും കേട്ടോ. -3x = 5 - 3 എന്ന് പറഞ്ഞാൽ 2.
എനിക്ക് എക്സിന്റെ വാല്യൂ വരുന്നത് എക്സ് ഈസ് ഇക്വൽ ടു ഈ -3 ഇത് ഇൻറ്റു അല്ലേ, -3 എന്ന് പറയുന്നത് ഇൻറ്റു അല്ലേ, അപ്പൊ ഈക്വൽ ടു അങ്ങോട്ട് ഡിവൈഡഡ് ബൈ ആവില്ല, എക്സ് ഈസ് ഇക്വൽ ടു 2 ഡിവൈഡഡ് ബൈ -3. ഇനി ഫ്രാക്ഷന്റെ കേസിൽ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പേഴ്സ്, ദാറ്റ് മീൻസ് ഒന്നെങ്കിലും ന്യൂമറേറ്ററിന് അല്ലെങ്കിൽ ഡിനോമിനേറ്ററിന് മൈനസ് വരാണെന്നുണ്ടെങ്കിൽ ആ ഫ്രാക്ഷൻ മൊത്തത്തിൽ നെഗറ്റീവ് ആയി എന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് ഇവിടെ 3 മൈനസ് എന്നുണ്ടെങ്കിൽ പോലും ഈ ഫ്രാക്ഷൻ മൊത്തത്തിൽ മൈനസ് ആയി എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ, ഏതെങ്കിലും ഒരു ന്യൂമറേറ്ററോ ഡിനോമിനേറ്ററോ നെഗറ്റീവ് ആണെങ്കിൽ മൊത്തത്തിൽ ആ ഫ്രാക്ഷന് മൈനസ് ആണ്. ഇതൊക്കെ ഫാക്റ്റ് ആണ് കേട്ടോ, ഇതൊക്കെ മാത്സിന്റെ ഫാക്റ്റ് ആണ്. ഇത് ഇതേപോലെ തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ, ഇത്രയും കാര്യങ്ങളാണ് ബേസ് പറയാനുള്ളത്. ഇനി മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റേഷ്യോ, പ്രൊപ്പോർഷൻ, ഇൻഡിസസ് ആൻഡ് ലോഗരിതം എന്ന് പറയുന്നതും ഒരു ബേസ് ചാപ്റ്റർ തന്നെയാണ്. അതിൽ ഇനി റേഷ്യോന്റെ ബേസ് പഠിക്കും, പ്രൊപ്പോർഷന്റെ ബേസ്, ലോഗരിതത്തിന്റെ ബേസ്, അതേപോലെ തന്നെ ഇൻഡിസസിന്റെ ബേസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്.